കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് അന്വേഷണത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ആളുകളെ കൊള്ളയടിച്ച സംഭവത്തിൽ 4 വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇങ്ങനെ പോയാൽ കേസ് സിബിഐക്ക് കൈമാറേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ED കൊണ്ടുപോയതുകൊണ്ടാണ് അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്ന് സംസ്ഥാന സർക്കാർ വിശദീകരണം നൽകി. വിവരങ്ങളുമായി നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നു. പലതരത്തിൽ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നതാണ്. അതിനൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള വിമർശനം കൂടിയാണോ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്? എന്ത് വിശദീകരണമാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്? നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് നമുക്കൊപ്പം ചേരുന്നു. എന്തെല്ലാം വിശദീകരണമാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് പ്രകാശ്? ഒപ്പം തന്നെ പ്രതിപക്ഷം പലപ്പോഴായി ഈ വിഷയത്തിനകത്ത് ഉന്നയിക്കുന്ന ആരോപണങ്ങളുണ്ട്. അതൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള വിമർശനമാണോ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്? കരുവന്നൂർ വിഷയത്തിൽ, കരുവന്നൂർ തട്ടിപ്പ് കേസിൽ പോലീസിന് രൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് 4 വർഷമായിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത്? ഈ തരത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ, കുറ്റപത്രം സമർപ്പിക്കാത്തതെങ്കിൽ ഈ കേസ് CBIക്ക് കൈമാറേണ്ടി വരും എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ വിമർശനങ്ങൾ കൂടി ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലുള്ള പരാമർശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലുള്ള പരാമർശം. നേരത്തെ കോൺഗ്രസ്, പ്രതിപക്ഷമൊക്കെ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചതാണ്. അഡ്വക്കേറ്റ് CN പ്രകാശ്, നിയമകാര്യ ലേഖകൻ, നമുക്കൊപ്പം ചേരുന്നു. എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം ഈ വിഷയത്തിനകത്ത്? ഒപ്പം ഹൈക്കോടതി ഏത് തരത്തിലുള്ള രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു? അപർണ, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിലാണ് ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയത്. സംസ്ഥാന പോലീസ് കഴിഞ്ഞ 4 വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഇല്ലാതെ ഈ കേസ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ വന്നാൽ ഇത് CBI എത്തിക്കേണ്ടി വരുമെന്നും കോടതി വാക്കാലെ പരാമർശിച്ചു. 4 വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്ന് സംസ്ഥാന പോലീസിനോട് ഹൈക്കോടതി ആരാഞ്ഞു. ആളുകളെ കൊള്ളയടിച്ച കേസല്ലേ എന്ന ചോദ്യവും ഉയർന്നു. എന്നിട്ടും നടപടിയെടുക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണ്? 4 വർഷമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? ED വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ടല്ലോ എന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ പോയാൽ കേസ് CBI കൈമാറേണ്ടി വരുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ED കൊണ്ടുപോയത് കൊണ്ടാണ് അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയാത്തത് എന്ന വാദമാണ് പോലീസ് ഉയർത്തിയത്. സംസ്ഥാന പോലീസ് അന്വേഷണം വൈകുന്നതിനെതിരായ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കേസ് CBIക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ രേഖകൾ അന്വേഷണത്തിനായി ED കൊണ്ടുപോയത് കൊണ്ടാണ് അന്വേഷണത്തിൽ കാലതാമസം ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു. അതേസമയം എന്തുകൊണ്ടാണ് കുറ്റപത്രം പോലും സമർപ്പിക്കാത്തത് എന്ന് കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്.